വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വേണമെന്ന് സുപ്രീം കോടതി. അക്രമത്തിന് അക്രമം മറുപടിയായാൽ സ്ഥിതി വഷളാകും. വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ നേരിടുമ്പോൾ ഭരണകൂടവും സുരക്ഷാ സേനകളും പരമാവധി സംയമനം പാലിക്കണമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ബി ബാലഗോപാലുണ്ട്. ബാലു, ഡൽഹിയിലെ പ്രതിഷേധങ്ങളും പോലീസ് നടപടികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ കോടതിയുടെ ഈ നിരീക്ഷണം? പ്രതീക്ഷ, ഈ ഡൽഹിയിലെ സമരം അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരങ്ങൾ, ഈ സമരങ്ങളിലുണ്ടായ വിദ്യാർത്ഥി സമരങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് അതിനിർണായകം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പരാമർശം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഈ സമരങ്ങളും വിദ്യാർത്ഥി സമരങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ സർക്കാരുകളും അതുപോലെ തന്നെ സുരക്ഷാ ക്രമസമാധാന പാലനത്തിൽ ഏർപ്പെടുന്ന ഏജൻസികളും അതീവ ആത്മസംയമനത്തോടു കൂടിയായിരിക്കണം ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ വേണ്ടി തയ്യാറായാൽ അത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ അത് കൂടുതൽ സങ്കീർണതയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സാധാരണ ഇത്തരം സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമരം നടത്തുന്നവരുമായി ആശയവിനിമയം നടത്തുകയാണ് ഏറ്റവും അനുയോജ്യമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ എന്താണ് അവരുടെ ആവശ്യം എന്നത് ഉൾപ്പെടെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നും ആത്മസംയമനമാണ് എല്ലാവരും പാലിക്കേണ്ടതെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇത്തരമൊരു സമരമൊക്കെ നടക്കുമ്പോൾ അതിൽ ഈ ക്രമസമാധാന വിഷയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നേരിടാൻ ക്രമസമാധാന ഏജൻസികൾക്ക് അതിലുള്ള അധികാരമുണ്ട് എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസ് അതിന് പറഞ്ഞത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ക്രമസമാധാന ഏജൻസികൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതിൽ അവർ തീരുമാനമെടുക്കട്ടെ എന്നൊരു അഭിപ്രായമാണ് കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഹർജി, ഈ CJPക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി മറ്റ് ഹർജികൾക്കൊപ്പം ഡൽഹിയിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾക്കൊപ്പം പരിഗണിക്കുവാനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ശരി.